നവരാത്രി വിഗ്രഹ ഘോഷയാത്രയുടെ മൂന്നാം ദിനം ആരംഭിച്ചിരിക്കുകയാണ്. കുഴിത്തറ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തെ ചാമുണ്ഡി ക്ഷേത്രത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വിശ്രമം ഒരുക്കിയിരുന്നത്. അതിനുശേഷം ഇന്ന് ആചാരപരമായ ചടങ്ങുകളോടെ ചാമുണ്ഡി ക്ഷേത്രത്തിൽ നിന്നും യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വാദ്യമേള ഘോഷങ്ങളോടെയും താലപ്പൊലികളും അതോടൊപ്പം തന്നെ വൈക്കുരവയുടെയുമെല്ലാം ഭക്തർ യാത്രയെ വരവേൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റ് കലാരൂപങ്ങളടക്കം യാത്രയോടൊപ്പം യാത്രയെ അനുഗമിക്കുന്നു. വലിയ സ്വീകാര്യതയാണ് യാത്രയ്ക്കുടനീളം ലഭിക്കുന്നത്. കുഴിത്തുറ പിന്നിട്ടുകൊണ്ട് യാത്ര മുന്നേറുകയാണ്. മുന്നിൽ പോലീസിൻ്റെ വാഹനം കാവലായുണ്ട്. അതോടൊപ്പം തന്നെ വാദ്യമേളങ്ങൾ, അതിനുശേഷം ഉടവാളേന്തിയ രാജപ്രതിനിധികളും മറ്റ് പരിവാരങ്ങളും ഉണ്ടാകും. അതിനുശേഷമാണ് തേവാരക്കെട്ട് സരസ്വതി ദേവിയും മുന്നൂറ്റി നങ്കയും കുമാരസ്വാമിയുമെല്ലാം അനുഗമിക്കുന്നത്. വലിയ സ്വീകാര്യതയാണ് യാത്ര പോകുന്ന ഇടങ്ങളിലെല്ലാം ലഭിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും തട്ടം വെച്ചുകൊണ്ടും ആരതി കൊണ്ടുകൊണ്ടും പൂജിക്കുന്നതും ആരാധിക്കുന്നതുമെല്ലാം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ യാത്രയെയും ഈ നവരാത്രി ഉത്സവ ആഘോഷയാത്രയെ, ഒരു നവരാത്രി വിഗ്രഹ ഘോഷയാത്രയെ ആഘോഷപൂർവ്വമാക്കി മാറ്റുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. വലിയ ഒരു പിന്തുണ, ഭക്തരുടെ ജനസഞ്ചയം, ബാഹുല്യമെല്ലാം ഓരോ ദിവസവും നമുക്ക് ഈ യാത്രയിലുടനീളം കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് യാത്ര ആരംഭിക്കുന്നത്. തക്കല പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് ആചാരപൂർവ്വമായിട്ടുള്ള ഉടവാൾ കൈമാറ്റം നടന്നിരുന്നു. ഉടവാൾ കൈമാറ്റത്തിന് ശേഷമാണ് യാത്ര ആരംഭിക്കുന്നത്. തുടർന്ന് പല സ്ഥലങ്ങളിലും യാത്ര തട്ടം വെച്ച് സ്വീകരിക്കുകയും യാത്രയെ ആരതി സ്വീകരിക്കുകയും ചെയ്തു. ഉടവാൾ കൈമാറ്റത്തിന് ശേഷമാണ് തേവാരക്കെട്ട് സരസ്വതി ദേവി പുറത്തേക്ക് എഴുന്നള്ളുന്നത്. എഴുന്നള്ളിയ തേവാരക്കെട്ട് സരസ്വതി ദേവി ആനപ്പുറത്ത് തിടമ്പ് ഏറുകയും തുടർന്ന് പിന്നാലെ വേളിമര കുമാരസ്വാമിയും മുന്നൂറ്റി നങ്കയും ഈ തേവാരക്കെട്ട് സരസ്വതി ദേവി അനുഗമിക്കുന്നു. മുന്നിൽ വെള്ളി കുതിര അനുഗമിക്കുന്നു. ഇങ്ങനെ യാത്ര മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഭക്തി നിർഭരമായിട്ടുള്ളൊരു അനുഭൂതി തന്നെയാണ് ഭക്തർക്ക് പകർന്നു നൽകുന്നത്. കുഴിത്തറ പിന്നിട്ടുകൊണ്ടാണ് യാത്ര കടന്നു പോകുന്നത്. ഇനി 11:30 കൂടി തന്നെ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്തേക്ക് യാത്ര എത്തിച്ചേരും. 11 മണിക്ക് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്ത് യാത്ര എത്തിച്ചേരുന്നതോടുകൂടി തന്നെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ യാത്രയെ സ്വീകരിക്കും. തുടർന്ന് കേരളത്തിൻ്റെ മണ്ണിൽ, പത്മനാഭൻ്റെ മണ്ണിലൂടെയാണ് യാത്ര പിന്നീട് തുടരുന്നത്. ഇന്ന് വൈകുന്നേരം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് യാത്ര സമാപിക്കുക. യാത്ര സമാപിച്ച് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അവിടെ ആചാരപരമായ ചടങ്ങുകളോടുകൂടി തന്നെ യാത്ര സമാപിക്കും. പിന്നീട് നാളെ പുലർച്ചയോടുകൂടിയാണ് തുടർന്നുള്ള യാത്ര ആരംഭിക്കുന്നത്. നാളെ പുലർച്ചയോടുകൂടി ആരംഭിക്കുന്ന യാത്ര തുടർന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി പ്രദേശത്ത് എത്തിച്ചേരും. അവിടെ ആചാരപരമായി തന്നെ അതിർത്തി പ്രദേശത്ത് യാത്രയെ വരവേൽക്കും. തുടർന്ന് തിരുവനന്തപുരത്തേക്ക് അനന്തപുരിയിലേക്ക് നീളുന്ന യാത്ര പത്മനാഭസ്വാമിയുടെ സന്നിധിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. തുടർന്നാണ് നവരാത്രി ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. ഓരോ യാത്ര ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം, എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം തട്ടം വെച്ചുകൊണ്ടും ആരതി ഒഴിഞ്ഞും ഭക്തർ സഹസ്രം ഇവിടേക്ക് എത്തും. മാലയർപ്പിച്ചുകൊണ്ടും പൂജിച്ചുകൊണ്ടും യാത്രയെ വരവേൽക്കുന്ന, തേവാരക്കെട്ട് സരസ്വതിയെ വരവേൽക്കുന്ന, ശുചീന്ദ്രം മുന്നൂറ്റി നങ്കയെ വരവേൽക്കുന്ന ഒരു അനുഭൂതി നമുക്ക് ഇവിടുന്ന് അനുഭവിച്ചറിയാൻ കഴിയും. തേവാരക്കെട്ട് സരസ്വതി ദേവി പുറത്തേക്ക് എഴുന്നള്ളുന്ന ഈ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഒരു കൊല്ലം മുഴുവനും, ഒരു വർഷം മുഴുവനും ഭക്തജനങ്ങളുടെ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പാണ്. അവരുടെ മുന്നിലേക്ക് അമ്മ വരുമ്പോൾ അമ്മ എഴുന്നള്ളുന്ന ആ ഒരു ദിവ്യ അനുഭൂതി അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ വൈകിയ സമയത്തായാലും ശരി, അതിരാവിലെ ആയാലും ശരി, ഈ രാജവീതികളിലുടനീളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നത്. കുമാരസ്വാമിയുടെ പല്ലക്കാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുമാരസ്വാമിയുടെ പല്ലക്ക്, ആ പല്ലക്ക് തോളിലേന്തിക്കൊണ്ടാണ് നഗ്നപാതരായിട്ടാണ് ഭക്തജനങ്ങൾ, വ്രതം നോറ്റുള്ള ഭക്തജനങ്ങൾ ഈ പല്ലക്ക് തോളിലേന്തുന്നത്. തൊട്ടു പിന്നാലെ കുണ്ടടി നങ്കയുടെ പല്ലക്ക് കടന്നു പോകുന്നു. മുന്നൂറ്റി നങ്കയുടെ പല്ലക്ക് കടന്നു പോകുന്നു. ഇങ്ങനെ ഈ പല്ലക്കുകൾ കടന്നു പോകുന്ന, ഈ വിഗ്രഹ ഘോഷയാത്രകൾ കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ തങ്ങളുടെ മനസ്സും ശരീരവും അർപ്പിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം 2 മണിക്കാണ് യാത്ര രണ്ടാം ദിനം അവസാനിക്കുന്നത്. ഈ 2 മണി സമയം വരെ ഉറക്കമൊഴിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ രാജവീതിയുടെ ഇരുവശങ്ങളിലും പടുക്കയും വിളക്ക് കത്തിച്ചും തട്ടം നേർന്നും കാത്തിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും വലിയ ഒരു അനുഭൂതി, വലിയൊരു അനുഭൂതിയാണ് ഈ യാത്ര പകർന്നു നൽകുന്നത്. അനന്തപുരിയുടെ സാംസ്കാരിക പൈതൃകം, തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക പൈതൃകം, 2 സംസ്കാരങ്ങൾ തമിഴ്നാടും
കേരളവുമായിട്ടുള്ള രണ്ട് സംസ്കാരങ്ങളുടെ സമന്വയം, അങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ, ഒട്ടേറെ പ്രത്യേകതകൾ അടങ്ങിയതാണ് ഈ വിഗ്രഹ ഘോഷയാത്ര എന്ന് പറയുന്നത്. നവരാത്രി വിഗ്രഹ ഘോഷയാത്ര എന്ന് പറയുന്നത് പണ്ട് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നപ്പോൾ തുടങ്ങിയ ആചാരം, ആ ആചാരം ഇന്നും അതേപടി തന്നെ പിന്തുടരുന്നു. ജനങ്ങളും അതേപടി തന്നെ ഈ തിരുവിതാംകൂറിലുള്ളവരും അതോടൊപ്പം തന്നെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള പത്മനാഭസ്വാമി ക്ഷേത്രം തൊട്ടിങ്ങോട്ട്, ശുചീന്ദ്ര തൊട്ടിങ്ങോട്ടുള്ള ഈ മനുഷ്യരെല്ലാവരും ഒന്നാകെ അമ്മയെ നെഞ്ചിലേറ്റുന്ന, അമ്മയെ ഭക്തിപൂർവ്വം മനസ്സ് സങ്കല്പിക്കുന്നൊരു ഒരു അനുഭവം, അമ്മയെ കാണുവാനായി ഇവിടേക്ക് എത്തുന്ന ഒരു അനുഭവം, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ളൊരു ഭക്തിയുടെ ഒരു മറ്റൊരു തലത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 11 മണിയോടുകൂടി തന്നെയാണ് കേരളത്തിൻ്റെ മണ്ണിലേക്ക് യാത്ര പ്രവേശിക്കുക. കളിയിക്കവിള തമിഴ്നാട് കേരളത്തിൻ്റെ ബോർഡർ, ആ അതിർത്തി പ്രദേശത്ത് യാത്ര എത്തുന്നതോടുകൂടി തന്നെ ഭക്തജന ലക്ഷങ്ങൾ യാത്രയെ സ്വീകരിക്കാനെത്തും. കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ യാത്രയെ ഔദ്യോഗികമായി സ്വീകരിക്കുകയും ചെയ്യും. തുടർന്ന് കേരളത്തിൻ്റെ മണ്ണിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി യാത്ര നെയ്യാറ്റിൻകരയിൽ എത്തിച്ചേരും. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന യാത്രയെ ആചാരപൂർവ്വമായി സ്വീകരിക്കുകയും ഇന്നത്തെ യാത്ര 3-ാം ദിനം സമാപിക്കുകയും ചെയ്യും. നാളെ രാവിലെ മുതലാണ് തുടർന്നുള്ള യാത്ര ആരംഭിക്കുക.